അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കോഴിക്കോട് സുൽത്താനിയ മജ്ലിസിൻ്റെ റമദാൻ ടോക്കിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മുടെ റമദാൻ ടോക്കിൽ ബഹുമാനപ്പെട്ട PC ജലീൽ മഹബൂബിയാണ്. അപ്പോൾ നോമ്പിൻ്റെ ആത്മീയ വശങ്ങൾ, റമദാൻ മാസത്തിൻ്റെ ആത്മീയ വശങ്ങൾ, ഈ വിഷയങ്ങളെ പറ്റിയിട്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ജലീക്ക, നോമ്പിൻ്റെ ആത്മീയ വശങ്ങളെ പറ്റിയിട്ട് റമദാൻ്റെ ആത്മീയ വശങ്ങൾ എന്ന് പറഞ്ഞാൽ റമദാൻ വളരെ ആത്മീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അല്ല, അതിന് പ്രത്യേകമായ ആത്മീയതല്ല. എന്നാൽ റമദാൻ തസവൂഫിൻ്റെ ഒക്കെ ഭാഷകളിൽ പറയുമ്പോൾ അതിന് ആന്തരാർത്ഥങ്ങൾ പലതരത്തിലുണ്ട്. അത് വിശന്ന് അതിനോട് വിശപ്പ് സഹിക്കുക എന്നതിനപ്പുറം അതിൻ്റെ പല തലങ്ങളുണ്ട്. അപ്പം നമ്മൾ റമദാനെ കുറിച്ച് പറയുമ്പോൾ അത് റമദാൻ ആണല്ലോ, ഷഹ്റു റമദാൻ. റമദാൻ എന്ന് നമ്മൾ പറയരുത് എന്ന് പറയും. അതായത് ചില ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, റമദാൻ പോയി, റമദാൻ വന്നു, റമദാൻ തുടങ്ങി, ഇത്തരത്തിൽ പ്രയോഗിക്കരുത് എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ റമദാൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊരു നാമമാണ്. അള്ളാഹുവാണ് ആ റമദാൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹു എന്നുള്ള അള്ളാഹുവിൻ്റെ രഹസ്യവുമായി ബന്ധപ്പെട്ടതാണ് റമദാൻ. അപ്പം റമദാൻ അള്ളാഹുവിൻ്റെ അസ്മാകൾ നാമങ്ങളിൽ പെട്ടൊരു നാമമാണ്. ഇപ്പോൾ 99 നാമത്തിന് പുറത്ത് അള്ളാഹുവിന് പല നാമങ്ങളുണ്ട്. റമദാൻ, ഖുർആൻ, അല്ലെങ്കിൽ റമദാൻ, പിന്നെ സുൽത്താൻ, ഇതൊക്കെ ഖുർആൻ്റെ തന്നെ വന്ന പലതരത്തിലുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ടൊരു നാമങ്ങളാണ്. അപ്പം അതിൻ്റെ ആത്മീയ വശം എന്ന് പറയുമ്പോൾ അത് ആത്മീയമായി അള്ളാഹുവിനോട് ആ മാസത്തിൽ പ്രത്യേകമായി ചേർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ മാസം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകമായി ഉപയോഗിക്കണം. ഷഹ്റു റമദാൻ, ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് ഖുർആൻ പ്രത്യേകമായി ഉപയോഗിച്ചു. റമദാൻ എന്ന് മാത്രമല്ല ഉപയോഗിച്ചു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാൻ എന്ന് പറയുമ്പോൾ ഷഹ്റു റമദാൻ എന്നതുകൊണ്ട് ആത്മീയമായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ആ മനുഷ്യൻ്റെ വികാരങ്ങളും അതുപോലെ മ്ലേച്ഛമായ അതിൽ ദുർബലമായ ഇത്തരത്തിലുള്ള വികാരങ്ങളെ നമ്മൾ കരിച്ചു കളയുക എന്നതാണ് റമദാൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അള്ളാഹുവിൻ്റേതായ ഒരു വിശേഷണം, അള്ളാഹുവിൻ്റേതായ ഒരു പ്രത്യേകത കൊണ്ടാണ് അത് കരിച്ചു കളയുക. നമ്മളുടെ നഫ്സിൻ്റെ അവസ്ഥ, നഫ്സ് എന്ന് പറയുന്നത് ഈ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട അവൻ്റെ ദുർബലമായ അവസ്ഥകളാണ്. അതിനെ ദൈവികമായ അവസ്ഥകളെ കൊണ്ട് തഖല്ലഖു ബി അഖ്ലാഖില്ല, അള്ളാഹുവിൻ്റെ സവിശേഷമായ സ്വഭാവങ്ങൾ കൊണ്ട് നിങ്ങൾ സ്വഭാവം അണിയുക. അപ്പോൾ ആ സ്വഭാവങ്ങളെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഒരു ഈ റമദാൻ എന്നതിൻ്റെ പ്രത്യേകത. അപ്പം അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മാസം ആണ് അത്. റമദാൻ അതിൻ്റേതായ ഒരു വ്യക്തിത്വവും അതിൻ്റേതായ അവസ്ഥകളുമൊക്കെയുള്ള ഒരു ശക്തിയാണ് റമദാൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകമായൊരു മാസം എന്നുള്ള നിലക്കാണ് ഈ റമദാൻ എന്നതിനെ നമ്മൾ കാണേണ്ടത്. അപ്പം ആ ഒരു മാസക്കാലയളവിൻ്റെ, റമദാനുമായി ബന്ധപ്പെട്ടൊരു മാസക്കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഖുർആൻ അവതീർണമായി. ഈ ഖുർആൻ അവതീർണമാകുക എന്ന് പറഞ്ഞാൽ അത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. അത് ഈ ഖുർആൻ റമദാൻ എന്നുള്ള അവസ്ഥ, അതായത് ഒരാളുടെ ആത്മീയമായിട്ടുള്ള ശുദ്ധീകരണം, അത് അവൻ്റെ നഫ്സിൻ്റെ, അവൻ്റെ ദുർബലമായ വികാരങ്ങളുടെ ശുദ്ധീകരണം നടക്കുമ്പോൾ അത് നടക്കുന്ന ഹക്കിൻ്റെ, അതായത് പരമമായ സത്യത്തിൻ്റെ പ്രകാശം കൊണ്ടാണ്, നൂറ് കൊണ്ടാണ്. ആ നൂറ് കൊണ്ടാണ് ഇത് കരിച്ചു കളയുന്നത്. അപ്പോൾ നമ്മൾ ലേസർ കൊണ്ട് ഓരോ സംഗതികൾ കരിച്ചു കളയാന്നൊക്കെ പറയും. അപ്പോൾ അതൊരു പ്രകാശത്തിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പോൾ അതേപോലെ ഒരു പ്രകാശം കൊണ്ട് പരമസത്യത്തിൻ്റെ ഒരു പ്രകാശം കൊണ്ട് ഈ ദുർബലമായ വികാരങ്ങളെ കരിച്ചു കളയുക എന്നുള്ള ഷഹ്റു റമദാൻ എന്നുള്ളത് ഉദ്ദേശിക്കും. അപ്പോൾ അവിടെ അവതീർണമാകുന്ന ഒരു അവസ്ഥക്കാണ് നമ്മൾ ഖുർആൻ എന്നുള്ള അവസ്ഥയെക്കുറിച്ച് പറയും. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ പൊതുവായ അർത്ഥത്തിലുള്ള എന്താണ്? അതൊരു വേദഗ്രന്ഥമാണ്. ഒരു പ്രത്യേകമായ, നമ്മൾ ഈ പുസ്തകങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇതൊരു മുസ്ഹഫാണെന്നുള്ളതാണ് ഈ ഖുർആൻ എന്നുള്ളതിനെ കുറിച്ചുള്ള പൊതുവായ ധാരണ. അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞ തൗറാത്തോ, സബൂർ, ഇഞ്ചി, ഇപ്പോൾ നമ്മൾ ബൈബിൾ എന്നൊക്കെ പറയുന്ന അതിൻ്റെ പല ഗ്രന്ഥങ്ങൾ, ഇതിനെക്കുറിച്ച് നമ്മളുടെ ഒരു കാഴ്ചപ്പാട് അതൊരു പ്രത്യേകമായ ടെക്സ്റ്റായിട്ട് ഇറക്കപ്പെടുന്നു. പക്ഷെ അങ്ങനെ ഒരു ടെക്സ്റ്റാക്കിയിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചിട്ടില്ല. പിൽക്കാലഘട്ടത്തിൽ അത് ക്രോഡീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം ആ ഖുർആൻ എന്നതുകൊണ്ട് റമദാനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റമദാൻ എന്ന് പറഞ്ഞ പ്രത്യേകമായ ഒരു മാസക്കാലയളവല്ല. അത് ആ
റമദാനിനെ കേന്ദ്രീകരിക്കുന്ന ഒരു മാസം എന്നുള്ളതാണ് അർത്ഥം. അതേപോലെ തന്നെ ഖുർആൻ എന്ന് പറയുന്നത് ആ ഖുർആൻ്റെ ആന്തരികമായ യാഥാർത്ഥ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ടെക്സ്റ്റാണ് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഖുർആൻ എന്നതുകൊണ്ട് പിന്നെ ആയിഷ ബീവിയുടെ പ്രഖ്യാതമായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, നബി സല്ലല്ലാഹുവിൻ്റെ അവസ്ഥ എന്താണെന്നത് ഖുർആനായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായ ഒരു അവസ്ഥ, നേരത്തെ നമ്മൾ റമദാൻ എന്ന് പറഞ്ഞത് ആ ദൈവിക അള്ളാഹുവിൻ്റേതായ ചില പ്രത്യേകതകൾ നമ്മൾ എടുത്ത് അണിയുമ്പോൾ അതിനെ അള്ളാഹുവിൻ്റേതായ പ്രത്യേകതകളെ നമ്മൾ റമദാൻ എന്ന് പറഞ്ഞതുപോലെ ഖുർആൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ഒരു അവസ്ഥകളെ, അത് ആ മനുഷ്യനിൽ ആ സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളും അയാളിലേക്ക് അവതീർണമാവുമ്പോൾ, അയാളുടെയൊക്കെ അവസ്ഥ മാറുമ്പം ആ അവസ്ഥക്ക് ഖുർആൻ എന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് ഖുർആനെക്കുറിച്ച് ഉൻസില ഫീഹിൽ ഖുർആൻ ആ ഒരു സമയത്തിൽ ആ ഒരു അവസ്ഥകളിലേക്കാണ് ഖുർആൻ എന്നുള്ള പ്രത്യേകമായ സ്വഭാവവിശേഷം ഒരാളുടെ ഉണ്ടാവുള്ളൂ. കാരണം ദൈവികമല്ലാത്ത കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് വിഭാടനം ചെയ്യപ്പെടണം. ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ റമദാൻ ഈ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു. റമദാൻ അള്ളാഹുവിൻ്റെ മാസമാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു അർത്ഥം എന്താണ്, അതിൻ്റെ ഒരു വിഷയം? അപ്പോൾ റമദാനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, റമദാൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പെട്ട ഒരു ഇസ്മാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകമായ വിഷയങ്ങൾ. അത് ഈ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാസം എന്നുള്ളതിൽ ഷാബാനെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഈ ഷാബാൻ മാസത്തിലാണ് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സലാത്ത് എന്ന് പറയപ്പെടുന്ന ഒരു വിശേഷമായ സംഗതികൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അല നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നുള്ള ആയത്ത് ഇറങ്ങിയത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഇതൊക്കെ അതിന് രണ്ടും ഒരേ വിഷയം തന്നെയാണ്. അതല്ലാതെ രണ്ടും ഭിന്നമായ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിരിക്തതകളുള്ള വിഷയമല്ല. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഖുർആനിനെയും അതുപോലെ തന്നെ നമ്മൾ റമദാനിനെയും നമ്മൾ ഭിന്നമായി പറഞ്ഞെങ്കിലും രണ്ടും അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഇസ്മ തന്നെ. അപ്പം അത് അള്ളാഹുവിൻ്റേതായ സൃഷ്ടിലോകങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ അഹദിയത്തിൽ നിന്ന് വാഹിദീയത്തിലേക്ക് വരുന്ന സ്റ്റേജിലോ അതല്ലെങ്കിൽ അഹദിയത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് ഉള്ള സ്റ്റേജിനെ കുറിച്ചോ മറ്റൊക്കെ പറയുമ്പോഴാണ് ഉപയോഗിക്കുക. അപ്പം ഈ ഖുർആൻ എന്ന് പറയുന്ന പദപ്രയോഗം തന്നെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ വിജ്ഞാനപരമായ അതിൻ്റെ ഇജ്മാലിയായ മൊത്തത്തിലുള്ള ആ ഒരു അവസ്ഥയാണ്, അള്ളാഹുവിൻ്റെ അറിവ് എന്നുള്ള ഒരു തലത്തെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട അതിൻ്റെ മദീനത്തുല്ലിൽ അറിവിൻ്റെ നഗരമാണ് എന്ന് പറയപ്പോൾ ആ അറിവിൻ്റെ നഗരമാകുന്ന ഒരു അവസ്ഥകളും ഈ പ്രസിദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ ഈ ഖുർആനിൻ്റെ ഒരു അവസ്ഥക്കുണ്ട്. അപ്പം അത് ഇറക്കപ്പെടുന്നതും അത് ഈ വിഷയങ്ങൾക്ക് ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ പറയും ഈ റജബ് മാസം മുതൽ റജബും ഷഅബാനും റമദാനും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റജബ് മാസത്തിൽ നമ്മൾ റമദാനെ വരവേൽക്കാനുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ തുടങ്ങണം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആ വഴിയിലുള്ള സഞ്ചാരത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള പൂർണ്ണതകളുടെ അവസ്ഥ വരുന്നത് ശരിക്ക് ഈ റമദാനുമായി ബന്ധപ്പെട്ടിട്ടും റമദാനിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്. പക്ഷെ അത് എല്ലാവർക്കും വേണ്ടി പൊതുവാക്കപ്പെട്ട ചില കാര്യങ്ങളാണ്. കാരണം ഇപ്പം ഈ ഇസ്ലാമിൽ തന്നെ ആളുകളുടെ മാർഗങ്ങൾ പല രൂപത്തിലാണ്. കാരണം മുസ്ലിമീങ്ങളായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്, അതേപോലെ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന അവസ്ഥകളിലൂടെ ജീവിച്ചു പോകുന്നു, മുഹ്സിനീങ്ങൾ എന്ന് പറയുന്ന അവസ്ഥകളിലൂടെ ജീവിച്ചു പോകുന്ന അതായത് ആളുകൾ ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ആളുകളാണെങ്കിലും പലതരത്തിലുള്ള കാറ്റഗറൈസേഷനുകൾ ഇതിലൊക്കെ വരുന്നുണ്ട്. ഈ കാറ്റഗറൈസേഷനുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വ്യത്യാസം, ഇഹ്സാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ. ഇതിൽ വേറൊരു വിഷയം